മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്നത് വർണ്ണവിവേചനത്തിനെ പറ്റിയാണ്. ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തിലെ ഇത്രയധികം വർണ്ണവിവേചനം, റേസിസം, വലിയ ജാതി, ചെറിയ ജാതി, കറുത്ത തൊലിയുള്ളവനെ കാണുന്ന അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലും പണ്ടുകാലം നടന്നിരുന്നു. അതിനെയെല്ലാം പല സാഹചര്യങ്ങളിലായിട്ടും പലവിധ ചരിത്രപുരുഷന്മാരുടെ കൈകൊണ്ടും അവരുടെ പ്രസംഗങ്ങൾ കൊണ്ടും അവരുടെ കാലഘട്ടത്തിലും അതിന് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പല നേതാക്കന്മാരെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവരൊരു ചരിത്ര പുരുഷന്മാർ തന്നെയായിരുന്നു. അവരാണ് ഇതിനെ കംപ്ലീറ്റ് മാറ്റിമറിച്ച് കൊണ്ടുവന്നത്. അതിൽ വലിയൊരു പങ്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പണ്ടുണ്ടായിരുന്ന അതിൽ മാറ്റങ്ങൾ വരുത്തി ഇന്ത്യ ഇന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നു. ഇന്ന് കാണപ്പെടുന്ന ലെവലിൽ അവർ വന്നിരിക്കുന്നത് ഇതൊക്കെ ശരിയാണെങ്കിലും നാം ഇപ്പോൾ സംസാരിക്കുന്നത് വെച്ചാൽ അമേരിക്കയെ പറ്റി, USA പറ്റിയാണ്. USA ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്ന ഇന്ത്യൻ വംശജർ അവിടെ താമസിക്കുന്നു. അവർക്ക് അവരുടെ മുതുമുത്തച്ഛനായി താമസിച്ചു, മക്കളായി. പക്ഷേ എങ്കിലും ഇന്ത്യൻ എന്നുള്ള സ്റ്റാമ്പ് അവർ നിലനിൽക്കുന്നു. ഇന്ത്യൻ എന്ന സ്റ്റാമ്പിൽ നിലനിൽക്കുന്നതുകൊണ്ട് ചില ഹിന്ദുക്കളുണ്ടാവാം, ക്രിസ്ത്യൻസ് ഉണ്ടാവാം, മുസ്ലിംസ് ഉണ്ടാവാം, വേറെ പല മതക്കാരുണ്ടായിരിക്കാം. ഇപ്പോൾ ഈയിടെ വെച്ചായി വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുളസി ഗാബിൾ, ഷീ ഈസ് അവിടുത്തെ ഡയറക്ടർ ഓഫ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ കശ്യപ് പട്ടേലും ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ്റെ തുളസി ഗാബിളും വന്നിരിക്കുന്നത് രണ്ടും ഇന്ത്യക്കാരാണ്. ഈ രണ്ട് ഇന്ത്യക്കാരെ കൊണ്ട് പല പ്രശ്നങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവർക്ക് വർണ്ണവിവേചനം വളരെയധികം എനിക്ക് നേരിട്ടിരുന്നു എന്ന് പുള്ളി ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന കശ്യപ് പട്ടേൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പുള്ളിയുടെ സ്പെഷ്യൽ ഈ രാജ്യസഭയിലെ ചോദ്യം ചെയ്യുന്ന പോലെ ഈ പുള്ളിയുടെ ഔദ്യോഗിക പോസ്റ്റിലോട്ട് വരുന്നതിന് മുമ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ പരിപാടിക്ക് പുള്ളിയുടെ പേരൻസിനെയും വിളിച്ചിരുന്നു. അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പുള്ളി അഭിമാനകരമായിട്ട് തന്നെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ പുള്ളി അതിൻ്റെ ഇടയിൽ ശ്രീകൃഷ്ണ എന്നൊരു വേർഡും കൂടി ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുവിൻ്റെ എൻ്റെ വിശ്വാസം ഞാൻ ഉറക്കപ്പെടുന്നു. അവരുടെ ഭരണഘടന പ്രകാരം അതിന് ഒരു പ്രസക്തിയും ഇല്ല, ഏത് മതമായാലും പ്രശ്നമല്ല എന്നൊരു രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും യൂറോപ്യൻസിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വർണ്ണവിവേചനം തലമുക്കുന്നു. ഇത് ഞാൻ മുമ്പത്തെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്നെ സംബന്ധിച്ച് ഞാനും എന്നെപ്പോലെ തന്നെ പല ആളുകളും വിദേശത്ത് പ്രവാസിയായി ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ് പോകുന്നത്. അവിടെ നിന്ന് ഓഫ്ഷോർ ജോലികളിലും മറ്റുള്ള യൂറോപ്യൻ കമ്പനികളിലും ജോലി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും അമേരിക്കൻ കമ്പനികളിലാണ് ജോലി ചെയ്തിട്ടുള്ളെങ്കിൽ അമേരിക്കക്കാരുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവർ നമ്മൾ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും അവർക്കതൊരു ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അന്നും പറഞ്ഞിരുന്നത് എൻ്റെ നാടിന് അതിനുള്ള കപ്പാസിറ്റിയോ കഴിവോ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. അവർ ആൾവേസ് കോളിംഗ് ദം എസ് എഫ് ഇന്ത്യൻ, BH ബ്ലഡി ഇന്ത്യൻ. ഇതൊക്കെ ഒരു കോമൺ വേക്കാണ്. നമ്മളിതെല്ലാം കേട്ട് താമസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവരോട് പോയി എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും വലിയ പോസ്റ്റിലിരിക്കുന്നവർക്ക് മാത്രമേ എടുക്കാൻ കഴിയൂ. എൻ്റെ അറിവ് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പണ്ടൊരിക്കലും ഒരു അമേരിക്കൻ പുള്ളി വന്ന് മെട്രോമോട്ടിലുണ്ടായിരുന്ന വ്യക്തിയാണ്. പുള്ളി വന്ന് കമ്പനി പേര് പറയുന്നത് ശരിയല്ല എങ്കിൽ അത് ഇൻഡിക്കേഷന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. പുള്ളി വന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ മാനേജറുടെ മുമ്പിൽ ടേബിളിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിപ്പുണ്ടായി. പക്ഷെ ഇന്ത്യൻ മാനേജർ വളരെ സ്ട്രോങ് ആയതുകൊണ്ടും പുള്ളിക്ക് അത്രയും വിൽ പവർ ഉള്ളതുകൊണ്ടും പുള്ളിക്ക് ടോപ്പ് ലെവലിൽ അത്രയും മുകൾ ഭാഗത്ത് അത്രയും പിടിയുള്ളതുകൊണ്ടും അതിനെ തിരുത്തിക്കാനും സോറി പറയിപ്പിക്കാനും കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എത്ര ഇന്ത്യക്കാർക്ക് സാധിക്കും? നമ്മൾ അത്ര ആൾക്കാരെ വളരെ അഭിമാനത്തോടുകൂടി കാണുന്നു. വി ആർ റിയലി വെരി ബിഗ് സല്യൂട്ട് ഫോർ ഹിം. ഞാൻ ആ വ്യക്തിയുടെ പേര് ഉപയോഗിക്കാത്തത് അത് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതിയാണ്. ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. കാര്യം ഒരു അമേരിക്കൻ, അത് ഇപ്പോൾ ബ്രിട്ടീഷിനായാലും അത്തരത്തിലുള്ളൊരു തിങ്കിങ് ഉണ്ട്. വി ആർ ബ്ലഡി ഇന്ത്യൻസ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർ കാണുന്നത്. പിന്നെ കറുത്താണെങ്കിൽ സൂപ്പർ, അവരുടെ ധാരണയിൽ ഇതുപോലെ മറ്റേ നമ്മുടെ എന്താ പറയുക കുരങ്ങൻ്റെ റീഇൻകാർണേഷനാണ് എന്നുള്ള ലെവലിലാണ് അവർ കണക്കൂട്ടിയിരിക്കുന്നത്. അവർക്ക് പഠിപ്പും വിവരം എല്ലാം ഉണ്ടെങ്കിലും ദേ ആർ തിങ്കിങ് അത്രയും കറുത്ത കളറുള്ളവനെ കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സൂപ്പർ കുരങ്ങൻ്റെ മനുഷ്യ കുരങ്ങൻ്റെ റീഇൻകാർണേഷനാണ് എന്ന രീതിയിലാണ് അവർ കാണുന്നത്. പണ്ടുകാലത്ത് ആളെ അടിമപ്പണി ചെയ്യിപ്പിച്ചിരുന്ന് കറുത്തവർക്കാരെ കുരങ്ങന്മാരുടെ കൺസിഡറേഷനാണ് അവർ കൂട്ടിയിരുന്നതെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു. മാറ്റങ്ങൾ വന്നു എങ്കിലും ഇത്രയും വലിയ ഒരു അമേരിക്ക പോലത്തെ ഒരു രാജ്യത്ത് USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നിടത്ത് ഇത്രയും വലിയ പോസ്റ്റോട്ട് വരുന്ന ആളുകൾ അവർ പറയുന്നു എനിക്ക് ഇത്രയും കാര്യങ്ങളിൽ
ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. പരസ്യമായിട്ട് അതിനെ കളിയാക്കുന്നതിനും അതിനുള്ള സാഹചര്യങ്ങൾ അവരുണ്ടായ പുള്ളി അത് ഓപ്പണായിട്ട് അവിടെ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. കൂടാതെ പുള്ളിയുടെ ഒരു ട്രാക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് രണ്ടുപേർ പറഞ്ഞിരിക്കുന്നത് ഒബാമ കാലഘട്ടത്തിൽ ദേ ആർ ട്രൈങ് ടു അൽ ഖൈദ എന്ന് പറഞ്ഞ സിറിയനെ തട്ടിമറിക്കുന്നതിന് വേണ്ടി അൽ ഖൈദ എന്ന് പറയുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് നിയർലി അബൌട്ട് $0.5 ബില്യൺ കൊടുക്കുകയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് ഇവരുടെ ഡീപ് സ്റ്റേറ്റ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം പല കാര്യങ്ങൾക്കും പല വ്യത്യസ്തമായ രീതിയിൽ ഒരു ഉപയോഗപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് നമ്മൾ ബംഗ്ലാദേശിലായാലും ശ്രീലങ്ക ആയാലും മ്യാൻമർ ആയാലും അങ്ങനെ പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ തീരുമാനിക്കും ഇത് എങ്ങോട്ട് തിരിക്കണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ വളർത്തണം, ആരെ തളർത്തണം എന്ന് ചെയ്യാവുന്ന ഒരു കിങ് മേക്കർ പോസ്റ്റിലാണ് അവരിയ്ക്കുന്നത്. അത്തരം ഒരു പോസ്റ്റിലേക്കാണ് ഒരു ഇന്ത്യൻ ലേഡി കടന്നു വരുന്നത്. 18 ഇൻ്റലിജൻസിൻ്റെ ഹെഡായി മാറുന്നു. അതിനോട് എല്ലാ കാര്യങ്ങളിലും ഡയറക്റ്റ് പ്രസിഡന്റിന് മിസ്റ്റർ പ്രസിഡന്റിന് അത് റിപ്പോർട്ട് കൊടുക്കത്തക്ക രീതിയിലും അവർ വളർന്നിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് അസൂയാവഹമാണ്, പലർക്കും അത് ദഹിക്കുന്ന ഒരു അവസ്ഥയില്ല. അതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കശ്യപ് പട്ടേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി CIA തലപ്പത്ത് വരുന്നതും അതും വലിയൊരു നാഷണൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്ത് വരുന്നതും ഇതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളെല്ലാം കളക്ട് ചെയ്യുകയും ഇത്തരം കാര്യങ്ങളിൽ മുമ്പ് നടന്നിരുന്ന പോലെ ഒബാമ ട്രെൻഡോ അല്ലെങ്കിൽ ബൈഡൻ ട്രെൻഡോ ഇനി നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു സ്മെല്ലാണ് പാർലമെൻറ്റ് തുടങ്ങിയപ്പോൾ അവർ ഓണറബിൾ നരേന്ദ്രമോദി സാർ പറഞ്ഞത് ഈ പ്രാവശ്യം ആരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കടന്നു വരാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ പല രാജ്യത്തുനിന്നും പല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹിൻഡൻബർഗ് അല്ലെങ്കിൽ BBC ഇത് മറ്റുള്ള നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കുത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നുമില്ലാതെ കണ്ട് സ്മൂത്തായി പോകാൻ കഴിഞ്ഞു. അതും ഇവിടെ വലിയൊരു നേട്ടമായിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. ഇനി ഈ ഓഫീസറുകൾ തീരുമാനിക്കും ഫ്യൂച്ചറിൽ ഭാവി എങ്ങനെ ഉണ്ടായിരിക്കണം, ഏത് നിലയ്ക്ക് കൊണ്ടുപോകണം, ഏത് രാജ്യത്തിന് എങ്ങനെ അവർ തമ്മിൽ തല്ലിക്കണോ, അത് ആയുധം സപ്ലൈ ചെയ്യണോ, വെടിവെക്കണോ, എങ്ങനെ വേണം എന്നുള്ളത് അവർ തീരുമാനിക്കും. ഇത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഡിസ്ക്രിമിനേഷൻ പോയി എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മുടെ തുളസി അവിടും മറ്റവരും പറയുന്നത്. പുള്ളി ഓപ്പണായിട്ട് അത് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഇന്ത്യക്കാർ പലരും വലിയ സംഭവമായിട്ട് അവിടെ അമേരിക്കയിൽ പോയി താമസിക്കുന്നു. അമേരിക്കക്കാർ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ രണ്ടാം കെട്ടുകാരൻ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പറയാൻ നമുക്കെല്ലാവരും ഇവരെപ്പോലെ ഇത്രയും വലിയ ആളുകൾക്ക് ഇത് സംഭവിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്താണ് അവിടെ ഇതിൻ്റെ ബോഡി. നമുക്കെപ്പോഴും നമ്മുടെ നാട് തന്നെ നല്ലത്. കുറച്ച് കഞ്ഞിയും കപ്പിയൊക്കെയാണ്, എന്നാലും അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ എല്ലാവരും കൂടി വരുത്താൻ കഴിയുമെങ്കിലും അത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആൾ ഓഫ് യു. സബ്കെ ലിയെ ഭാരത് മാതാ കി ജയ്. വൺസ് അഗെയിൻ.